27-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ച് വെയിറ്റ് കുറയ്ക്കണം. 2 കിലോയെങ്കിൽ 2 കിലോ കുറയ്ക്കണം എന്നുണ്ട്. ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യണം എന്നുണ്ട്. ഈ വർഷം നോക്കാം. അതൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോസായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ റിസ്ക് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. കുഞ്ഞുങ്ങളുടെ വയ്യായ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് 10 ദിവസത്തെ ഗ്യാപ്പിൽ വീണ്ടും പീരീഡ്സ് വന്നു. അതൊക്കെ കാരണം എനിക്ക് വർക്കൗട്ടോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ഉറങ്ങാതെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഉറങ്ങി. കാരണം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ക്ലാസ്സിന് കയറാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യണം, 100 ഗ്രാം കുറയ്ക്കണം എന്നുള്ളതാണ്. കിറങ്ങി ട്രൈപോഡ് എടുത്തതാണ്, താഴെ വീണ് ട്രൈപോഡ് 2 കഷ്ണമായി പോയി. കാണുന്നുണ്ടോ എന്നെ? എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയിനെ. ട്രൈപോഡ് താഴെ വീണ് പൊട്ടിപ്പോയി. ഞാൻ ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ സോഫയുടെ മുകളിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കണേ. എന്താണ് അവസ്ഥ? വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തോ? മെഷർമെന്റ്സ് ഒന്നും വേണമല്ലോ. എങ്ങനെയുണ്ട്? കൂടിയ വെയിറ്റ്? ഓക്കെ. ഹെർണിയന്റെ പ്രശ്നങ്ങൾ എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? വേദന കുറവുണ്ടോ? മറ്റേ ബഡ്ജിങ് എങ്ങനെയുണ്ട്? ഓക്കെ. ആദ്യക്കുട്ടിയുടെ അവസ്ഥയോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ ബോഡി കാണില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 4, 5, 6, 7, 8, 9, 10. കാലിൻ്റെ വിരൽ വേദനയുള്ളത് കൊണ്ടും ചെറുതായിട്ട് ചുമയുള്ളത് കാരണവും എനിക്ക് കാര്യമായിട്ട് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യാം, വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. കാരണം രാവിലെയും വൈകുന്നേരവും ഇവിടെ മോർണിംഗ് ലൈവ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ രാവിലത്തെ കാര്യം എന്തായാലും പാളീസായിപ്പോയി. രാവിലെ വിചാരിച്ച പോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ടായി. പിന്നെ വിചാരിച്ച് വൈകുന്നേരം എന്തായാലും നല്ല രീതിയിൽ ചെയ്യാമെന്ന് കരുതി. ഫുള്ളായിട്ട് ഉറക്കൊഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ശരീരം വരുന്നില്ല. മാത്രമല്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ചുമയും ഇളകിയിരുന്നു. ഈ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സ് ഉണ്ടല്ലോ, ഡെയിലി നമ്മൾ റുട്ടീൻ പോലെ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം ബാക്കിയുള്ള വർക്കൗട്ട് പോലെ അല്ല. ഈ ഹെർണിയൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. 1.5 വർഷം തുടർച്ചയായിട്ട് ചെയ്യണം, എന്നിട്ട് നിർത്താൻ പാടില്ല. ജീവിതം മുഴുവൻ നമ്മൾ ചെയ്തു പോകണം എന്നുള്ളതാണ്. മനസ്സിലായോ? കോംപ്ലിക്കേഷൻസ് ഹൈ ആവാതിരിക്കാൻ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസിൽസ് വീക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇത് പുറത്തോട്ട് വരികയും സർജറിയിലോട്ട് പോവുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. റുട്ടീൻ പോലെ അത് സിമ്പിൾ അല്ലേ, റുട്ടീൻ പോലെ ചെയ്ത് പോകാന്നേ ഉള്ളൂ. ആ ബ്രീത്തിങ്ങിന് മാത്രം ചെയ്യാം. ഓക്കെ, പോവാ. വെള്ളം കുടിച്ചോ? ഇല്ല ഇല്ല ഇല്ല, പോട്ടെ പോട്ടെ പൊന്നെ, ഇല്ലടാ. കുഞ്ഞിന് ചെവിവേദന കാരണം കുഞ്ഞ് കുറേ നേരമായി നിർത്താതെ കരയുകയാണ്. താഴെ ഇരിക്കണില്ല. അപ്പോൾ അവനെ എടുത്തോണ്ട് നടക്കുകയാണ്. മൂത്ത 2 പേര് സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ജോലിക്കും പോയി, ഞാൻ തന്നെയാണ്. അപ്പോൾ കുഞ്ഞ് വളരെയധികം കരയുന്നതാണ്. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് കുറവുണ്ടല്ലേ? ഡോക്ടർ തൊണ്ടുകൊണ്ട് വരുമോ? കൂനിൻ്റെ മുകളിൽ കുരു എന്ന് പറഞ്ഞ പോലെ കാലിൻ്റെ വിരലിന് ഒരു പണി കിട്ടി. ഇത് കാലിൻ്റെ വിരലിനൊരു പണി കിട്ടി. ഒരു പുതിയ ഷൂ വാങ്ങിയതാണ്. പുതിയ ഷൂ വാങ്ങിയിട്ട് ഞാനൊരു ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ സൺഡേസാണ് എനിക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ സൺഡേ 10 to 4 ആണ് ക്ലാസ്. അതിലൊരു ദിവസം ഒരാഴ്ചയിൽ, അതായത് ഒരു സൺഡേയിൽ 10 to 4 ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാലിൽ ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു. പിറ്റേ ആഴ്ചയിൽ 10 to 4 ക്ലാസ്സിൽ ഒന്നും ചെയ്തിട്ടില്ല. ആ ഷൂ ഇട്ടിരുന്നതുള്ളൂ. ആ ഷൂ ഇട്ടതിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്രയും വന്നിരിക്കുന്നത്. നല്ല പെയിനും ഉണ്ട്, കാല് വീങ്ങിയിട്ടുമുണ്ട്. മിക്കവാറും ഈ നഖം പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യാനും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ ടിൻ ബേബീസിന് ഒരാൾക്ക് പെട്ടെന്ന് ഇയർ ഇൻഫെക്ഷനാണോ എന്താണെന്ന് അറിയില്ല, ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും. നല്ല വർഷം 24-ാം തീയതിയാണ് വെയിറ്റ് നോക്കുന്നത്. രാവിലെ ക്ലാസ് കൊടുക്കുന്നതിന് വെയിറ്റ് നോക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, പിന്നെ പറ്റിയേയില്ല. അപ്പോൾ ഇപ്പോൾ പുള്ളി കുഞ്ഞ് വയ്യാത്തതുകൊണ്ട് വന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ വേരിയേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 2 ദിവസം കൊണ്ട് ഇപ്പോൾ എന്ത് നടക്കാനോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ. എന്നാലും ശ്രമിക്കുക. ഒരു 100 ഗ്രാമെങ്കിൽ 100 ഗ്രാം പറഞ്ഞാൽ അങ്ങനെ. എന്തായാലും ഞാൻ ഇന്ന് മാക്സിമം കുഞ്ഞ് വഴക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ചെയ്യും. രാവിലെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നാളെയും മറ്റന്നാളും അല്ല, 24 അല്ലേ ഡേറ്റ്? 25, 26, 27. 27-ാം തീയതി ഞാൻ അപ്ഡേറ്റ് ചെയ്യും വീഡിയോ. അപ്പോൾ നമുക്ക് എത്ര അത് കുറയുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് വെയിറ്റ് ഞാൻ 1 മാസങ്ങൾക്ക് ശേഷമാണ് വെയിറ്റ് നോക്കിയിട്ടേ ഇല്ല. അപ്പം നോക്കുമ്പം ഏകദേശം 72
2 ഉണ്ടായിരുന്നു, ഇവിടെ തന്നെയായിരിക്കും. അതല്ലേ കൂടിയിട്ടില്ല അല്ലേ? 72. കാല് വേദനയുള്ളത് വേറൊരു പ്രശ്നം. കാലിങ്ങനെ ആയത് കാരണം ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിൽ ചെറുതായിട്ട് ചുമയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാല് കുഞ്ഞുങ്ങളുടെ വയ്യായി പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ചുമ സ്റ്റാർട്ട് ചെയ്തു. ആകെ മൊത്തം 2024 എന്താ കളറാണ്. എന്തായാലും എനിക്ക് ബർത്ത്ഡേ ആകുമ്പോൾ ഒരു 2-3 കിലോ കുറയ്ക്കണം എന്നായിരുന്നു ആഗ്രഹം. നമുക്ക് നോക്കാം 100 ഗ്രാമെങ്കിലും കുറയേണ്ടോന്ന്. ഇല്ല, ഇതൊരു മോട്ടിവേഷൻ അല്ലേ. അപ്പം ഇത്രയും ദിവസത്തെ ഞാൻ വീഡിയോസ് മറ്റേ വയ്യാതെ കുഞ്ഞുങ്ങൾക്ക് വയ്യാത്ത അവസ്ഥയിലുണ്ടായിരുന്ന ബ്ലോഗുകൾ ഉണ്ടല്ലോ, വയ്യാത്ത അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് ബ്ലോഗുകൾ, അതായത് പനി ഡേ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇട്ടുണ്ട്. മെയിൻ ഉദ്ദേശം ഇതാണ്, ഫിറ്റ്നസ്. ഇത് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തത് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. ക്രോസ് ഓക്കെ, സ്റ്റാർട്ട് 1. അങ്ങനെ വൈകുന്നേരത്തെ കാര്യവും പാളി. ഈവനിങ് ക്ലാസ് എടുക്കുമ്പോൾ എക്സസൈസ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ കുഞ്ഞുങ്ങൾ ഭയങ്കര വാശിയും കരച്ചിലായതുകൊണ്ട് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. ഇന്ന് 1ാം ദിവസം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സമയം 8 മണിയാകുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ എക്സസൈസ് കുറച്ച് ചെയ്തു, വൈകുന്നേരത്തെ അവസ്ഥ നിങ്ങൾ കണ്ടു, രാവിലത്തെ അവസ്ഥ നിങ്ങൾ കണ്ടു. സമയം ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. ഉറങ്ങിയത് ഇപ്പോൾ 24 hours ആവും. ഇന്ന് രാത്രി 12 മണിയായി. 24 മണിക്കൂറിൽ ഞാൻ ആകെ ഉറങ്ങിയത് 2 മണിക്കൂറാണ്. ആ 2 മണിക്കൂർ ഞാൻ മനസ്സുവിട്ട് ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. 12 മണിയാകുമ്പോഴത്തേനും നേരത്തോടെ നേരമാവുമല്ലോ. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളും എന്താവുമെന്ന് എനിക്കറിയില്ല. പറ്റുന്ന പോലെ മാക്സിമം ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് തോന്നാം, പിന്നെ എന്തിനാ ഇത്രയും സ്ട്രഗിൾസിനിടയ്ക്ക്, ഇത്രയും കഷ്ടപ്പാടിനിടയ്ക്ക് എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് എക്സസൈസ് ചെയ്യാൻ നിൽക്കുന്നതെന്ന് തോന്നാം, അല്ലെങ്കിൽ ചോദിക്കാം. ഇപ്പം എൻ്റെ ഇന്നലെ ഫുൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. കാലത്ത് എണീറ്റു, ക്ലാസ് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിൻ്റെ സ്കൂൾ വിടാനുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ചെയ്തൊപ്പിച്ചു. മൂത്താൾ സ്കൂളിൽ പോയി, രണ്ടാമത്തെ ആൾ സ്കൂളിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഭയങ്കരധികം ചെവിവേദനയായിരുന്നു മനസ്സിലായി. പിന്നെ ഹസ്ബൻഡ് വന്നു, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നു. പിന്നെ പുള്ളി ഒരു 1-2 മണിക്കൂർ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ വെയിറ്റ് ചെക്കിങ് വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രൂ ഔട്ട് കരച്ചിലാണ്. ഞാൻ കുഞ്ഞിൻ്റെ കൂടെ തന്നെയായിരുന്നു. കുറച്ച് ഇടയിലൊന്നും ഞാൻ ഒരു 2 മണിക്കൂർ മയങ്ങി. വൈകുന്നേരത്തെ ക്ലാസ്സായി, പിള്ളേർ സ്കൂളിൽ വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ഒരാൾക്ക് ചോറ് കൊടുത്ത്. പിന്നെ അയൻ ബേബിക്ക് ഇപ്പോൾ 2 ദിവസമായിട്ടൊരു ട്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു സമാധാനമായിട്ട് കരുതുകയാണ്. അപ്പം ഇത്രയും പിന്നെ ഈവനിങ് ക്ലാസ് വെച്ചപ്പോൾ ഇത്രയും സ്ട്രഗിൾസ് എടുത്ത് ഇപ്പോൾ വീട്ടിൽ ഒരുപാട് പണി പെൻഡിങ് ആണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാലത്ത് 6 മണിക്ക് ഞാൻ എടുത്തിട്ട ഡ്രസ്സാണ്. കുഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും സ്ട്രഗിൾസിനിടയ്ക്കും ഞാൻ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ ഞാനൊരു 2 കിലോ കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ചു. ശരി, പറ്റില്ല. ഇനിയിപ്പം ഇത്രയും ഒരു കോംപ്ലിക്കേഷൻ, ഒരു 100 ഗ്രാമിൽ കുറയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുമോ നടക്കാതിരിക്കുമോ അതറിയില്ല. പ്രയത്നിക്കുക, പരിശ്രമിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇത്രയും സ്ട്രഗിൾസിലൂടെ ഞാൻ ഫേസ് ചെയ്യുമ്പോൾ, കൂടാതെ നിങ്ങൾക്കറിയാം എൻ്റെ കാലുവേദനയുണ്ട്, കാല് പ്രശ്നമായിട്ടിരിക്കുക ഒക്കെ ഞാൻ പോകുന്നത് എൻ്റെ ആരോഗ്യം തന്നെയാണ്. ഇപ്പം ഈ ലൈഫ് സ്റ്റൈലും പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് പീരീഡ്സ് റെഗുലാരിറ്റി സംഭവിച്ചിട്ടുണ്ട്. 10 ദിവസത്തെ ഗ്യാപ്പിലാണ് അടുത്ത പീരീഡ്സ് ആയിരിക്കണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഒന്നാമത് ഓടാൻ ആരോഗ്യം വേണം. ട്യൂഷൻ കഴിഞ്ഞാടാ? ട്യൂഷൻ കഴിഞ്ഞോ പൊന്നിൻ്റെ? പഠിച്ചോ? നന്നായി പഠിച്ചോ? ആ ശരി. അപ്പം എവിടെ പറഞ്ഞെത്തിയത്? എനിക്ക് പീരീഡ്സ് വർക്കൗട്ട് കുറച്ചതുകൊണ്ട് തന്നെ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉറക്കമില്ലായ്മ, ഹോർമോൺ ഇതല്ല. അപ്പോൾ എനിക്ക് തിരിച്ച് ആരോഗ്യം വീക്കാകാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ തിരിച്ച് കയറണം. പിന്നെ ടീൻ പ്രഗ്നൻസി തന്നെ ഞാൻ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തതാണ്. എനിക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. എനിക്ക് വെച്ചാൽ ഞാൻ മുന്നേ ഇത് മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രഗ്നൻസിയിൽ ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ വീഡിയോ സെപ്പറേറ്റ് വരുന്നതാണ്. അപ്പോൾ ഇനിയുള്ള 2 ദിവസങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. രാവിലെ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ 27-ാം തീയതി എനിക്കുള്ള വെയിറ്റ് അതും ഞാനിതിൽ കാണിക്കുന്നതാണ്. ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നേക്കാൾ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, എന്നിലേക്ക് വരുന്ന, എൻ്റെ ട്രെയിനിങ് എടുക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പോയ വഴികൾ മനസ്സിലാക്കി അതിൻ്റെ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോസുകൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പനിയുടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ 3-4-5 പാട്ടുകളായിട്ട് വീഡിയോസുകൾ പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയാണിത്. അത് ജനുവരി 3, 4, 5, 3-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ. ഇന്നിപ്പം ഏകദേശം ഡേറ്റ് വന്നിട്ട് 24-ആയി. 24 ആയപ്പോഴുള്ള എൻ്റെ അവസ്ഥ അന്നത്തേക്കാൾ ക്രൂഷ്യലാണ്. അന്ന് എനിക്ക് വയ്യായ്ക ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചെറുതായിട്ട് ചുമ, പിന്നെ കാലിൻ്റെ പ്രശ്നങ്ങൾ,
അപ്പോൾ ഇതാണ് അവസ്ഥ. ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സ്ട്രഗിളും ബുദ്ധിമുട്ടും ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പോലും മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ ചിലപ്പം എൻ്റെ ജീവിതത്തിന് അടുത്ത് നിൽക്കുന്നവർക്കും അത് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഞാൻ പോകുന്ന വഴികൾ അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനും റിസ്ക് എഫേർട്ട് അങ്ങനെ ഒരുപാട് അവസ്ഥയിൽ കൂടെ ഞാൻ പോകുന്നത്. പക്ഷേ തളരാതെ പതറാതെ പിടിച്ച് നിൽക്കണം, മുന്നോട്ട് പോകണം എനിക്ക് മുന്നോട്ട്. പറയൂ എന്ത് പൊന്നെ എൻ്റെ കുഞ്ഞ് പഠിച്ചത്ര പഠിച്ചു, വെരി ഗുഡ്. ഇവൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ടെൻഷൻ. എൻ്റെ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കാനോ കെയർ ചെയ്യാനോ പറ്റുന്നുണ്ടായാലും ട്യൂഷൻ അന്വേഷിച്ച് കിട്ടിയില്ല. ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ ഇവിടെ ട്യൂഷൻ റെഡി അപ്പോൾ പോകുന്നുണ്ട്. ആൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും 2 ദിവസമായി അതണ്ട കുഞ്ഞ് പഠിച്ചു. അതൊരു വലിയ സന്തോഷം. അത്യാവശ്യം പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കുഞ്ഞാണ്. ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മൂത്ത ആൾക്ക് കൂടെ ട്യൂഷൻ അറേഞ്ച് ചെയ്യാൻ ഇരിക്കുക. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ കുറച്ച് ഭാരം എനിക്ക് കുറഞ്ഞു. പിന്നെ 18 ബേബീസാണ്. എന്തായാലും കുറച്ച് നാളും കൂടെ 1 വർഷം കൂടെ കഷ്ടപ്പെടേണ്ടി വരും. ഒക്കെ ശരിയാവും. പുലർച്ചെ 3:30 മണിക്കുള്ള അങ്കാണ് ഈ കാണുന്നത്. ഒന്നിൻ്റെ ചെവിവേദന കുറഞ്ഞപ്പോൾ ആക്റ്റീവായി. എന്നിട്ട് അടി ഉണ്ടാക്കി കളിക്കുന്നത്. ചെവിവേദനയാണെങ്കിൽ രാത്രി കരഞ്ഞാലോ എന്ന് വെച്ചിട്ട് ഒരാളെ സൈലൻ്റായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് TV ബെഡ്റൂമിലോട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കും. ആദ്യം ഇന്നിവിടെ കേട്ടോ പാവ കൊച്ചിന്. അവൻ ചില ദിവസങ്ങൾ ഇവിടെ കിടന്നുറങ്ങും ഈ റൂമിലാണ്. പക്ഷെ ഇതാണ് അംഗം. ഒരു മണിക്കൂറായിട്ടുണ്ടാവും ഇതിലിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നേരം അടക്കി ഇരുത്താൻ ശ്രമിച്ചിട്ടും അടങ്ങിയിരിക്കുന്നില്ല. ഇവരിവിടെ ഉറങ്ങുന്നത് ഡോർ കൊണ്ട് പൊട്ടി. പറയാൻ പറ്റും 16ൻ്റെ പണി. എന്ത് പണി ഇതിപ്പോൾ 24ൻ്റെ പണിയാണ് ഉച്ചയ്ക്ക്. ഇനിയിപ്പോൾ ഇവിടെ 25-ാം തീയതിയിലെ കാര്യങ്ങൾ, അതായത് ഡേ 2-ലെ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. 25-ാം തീയതിയിലെ വർക്കൗട്ട് വീഡിയോസ് തനിയെ ഒരു 8 മിനിറ്റോളം വരുന്ന വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വർക്കൗട്ട് വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുള്ളവർ ആ വീഡിയോ കാണുക. രണ്ട് ദിവസം മുമ്പ് സ്പ്രൗട്ട് ഉണ്ടാക്കാൻ ഇട്ടതാണ്. കുഞ്ഞിന് വയ്യാത്ത കാരണം എടുത്തില്ല. ഇപ്പോൾ അത് മൈക്രോഗ്രീൻസ് ആയി. നിനക്കല്ല കാണാൻ ആഗ്രഹം. എൻ്റെ മോനെ കിട്ടിയ വിഷമ മറ്റേ സാധനങ്ങൾ മമ്മി മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. എക്സസൈസ് കാണിച്ചിട്ടെ. മൂവ് സ്റ്റാർട്ട്. 1 2 3 4 1 1 3 4 6 1 2 3 4 7 1 2 3 4 8 1 2 3 4 9 2 2 3 4 11 1 2 3 4 10. ช่วยหน่อยเราใครอันนี้เอาหมดโอเคเชียร์ 1 2 3 4 5 6 7 8 9 Let this one finish over. Like work on it. Mira, no ചെയ്യാം. Push-ups എടുക്ക്. 1 push-ups. 1 push-ups എടുക്ക്. നിങ്ങൾ 1 push-ups എടുക്ക്. അങ്ങനെ ഇന്നാണ് സുദിനം. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആണ്. 2 ദിവസം മുമ്പായിരുന്നു ഞാൻ പറഞ്ഞത് 100 ഗ്രാമെങ്കിലും കുറയുമോ എന്ന്. പിന്നെന്തോ ഒരു കാര്യം പറയാൻ വന്നു. ഇവിടുത്തെ അല്ല മിണ്ടാതിരിക്കടി. അവള് വെയിറ്റ് നോക്കാൻ വന്നിരിക്കുക. ബർത്ത്ഡേ ആയിട്ട് അതിഥി. ഓക്കെ, വെയിറ്റ് നോക്കാൻ പോവാണ്. അപ്പൊ 2 ദിവസം മുമ്പ് നോക്കിയ 2 ദിവസമല്ല 24-ാം തീയതി വെയിറ്റ് നോക്കിയേ. 25-ാം തീയതി അല്ല 24-ാം തീയതി ഞാൻ വെയിറ്റ് നോക്കിയിരുന്നു. 1 മാസങ്ങൾക്ക് ശേഷം 24-ാം തീയതി ആയിരുന്നു ഞാൻ നോക്കുന്നത്. അപ്പൊ 24-ാം തീയതി എനിക്ക് 72.52 ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം 72.5 കിലോ 3 ദിവസങ്ങൾക്ക് ശേഷം നോക്കുകയാണ്. പക്ഷെ ഞാൻ കാര്യമായിട്ട് ഒന്നും ചെയ്തിരുന്നില്ല.
പിന്നെ ഡയറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം വർക്കൗട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അവസ്ഥകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമുക്ക് ഇന്നത്തെ വെയിറ്റ് നോക്കാം. 27-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയ ദിവസം. ആ മഹാസുദിരമാണ് ഇതാണ്. നമുക്ക് നോക്കാം. അപ്പൊ വെയിറ്റ് നോക്കാൻ പോവാണ്. 100 ഗ്രാം കൂടിയിട്ടുണ്ടാവോ? 100 ഗ്രാം കുറഞ്ഞിട്ടുണ്ടാവുന്നല്ലോ. അല്ല, അതെങ്ങനെ പറയാ, കൃത്യമല്ലോ കാര്യങ്ങള്. 71-35. 1 കിലോ 15 ഗ്രാം കുറഞ്ഞിരിക്കുന്നു വെറും 3 ദിവസത്തിനുള്ളിൽ. ആ അല്ല, പക്ഷെ വേറെ കാര്യമാണ്. അപ്പൊ ചിന്തിക്കും എന്തുകൊണ്ട് ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തില്ല എന്നുള്ളത്. ഇത്രയും നാളും 3 ദിവസം കൂടെ അല്ലത്. ഇപ്പൊ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം 2.5 വർഷം ആവുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് അത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇത് ന്യൂ ഇയർ 2024 ആണ് എന്നുള്ള. അപ്പൊ ആ ഫസ്റ്റ് ഡേ ഈ ബർത്ത്ഡേ വരെ 2 കിലോ എങ്കിലും കുറയ്ക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വന്നതാണ്. സൂം ചെയ്യില്ലേ പ്ലീസ്. അതിൽ നിന്ന് സംഭവിച്ചതാണ്. അപ്പൊ ഞാൻ എന്റെ ജേണിയാണ് കാണിച്ചത്. ഞാൻ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ പുറകിൽ ഒരുപാട് റിസ്ക്കും എഫേർട്ടും ഉണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത് തന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്ന അതിന്റെ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ചില ആൾക്കാർ മിക്കപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വയ്യ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യ, നമ്മുടെ ഭർത്താവിന് വയ്യ, വീട്ടുകാർക്ക് വയ്യ, ആരായിക്കോട്ടെ, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ വേഗം ഫിറ്റ്നസ് ചെയ്യുന്ന ക്വിറ്റ് ചെയ്യും. അതിപ്പോൾ ഒരു ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ ട്രെയിനിങ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ പറയും, അതെ എനിക്ക് ക്ലാസ്സിലില്ല കേട്ടോ, എനിക്കിതൊന്നും എക്സസൈസും കാര്യങ്ങളൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഡയറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അത്രയും പ്രശ്നങ്ങളാണ്. എന്തൊരു മണ്ടത്തരമാണ്. ഞാൻ അതൊരൊറ്റ കാര്യം പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഇത്രയും ഈ 3-4 ദിവസം ഇത്രയും സ്ട്രഗിൾ. ജനുവരി 1-ാം തീയതി മുതൽ ഞാൻ കടന്നു പോയിരിക്കുന്ന വഴികളെല്ലാം വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് കാണാത്തവരൊന്ന് കാണാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ പോകുന്നതെന്ന്. പക്ഷേ ഈ പോകുന്നതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിസ്സാരമാണ്, ഇതിൽ കൂടുതൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് എന്റെ മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നല്ല, അല്ലെങ്കിൽ അവർ മുമ്പിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല, എന്നിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്റെ ട്രെയിനിങ് എടുക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലാതെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് മാറി നിന്ന് ഫിറ്റ്നസ് ചെയ്യാതിരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് കുറച്ച് പേരെങ്കിലും ബോധ്യപ്പെടുത്താൻ എനിക്ക് ചുറ്റുമുള്ള എന്നെ മനസ്സിലാക്കുന്ന എന്റെ ട്രെയിനിങ്ങുകൾ എടുക്കുന്ന എനിക്ക് ചുറ്റുമുള്ള കുറച്ച് പേരെ ഞാൻ ട്രെയിനിങ് എടുക്കുന്നവരെ അല്ല, എന്റെ ട്രെയിനിങ് എടുക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ അത് തന്നെയാണ്. ഇത് കണ്ട് മറ്റാർക്കെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിൽ ഓക്കെ. അതിനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഈ ജനുവരി മുതലുള്ള എന്റെ കാര്യങ്ങൾ വിസിബിൾ ആക്കുകയും ഈ ഒരു സ്ട്രഗിൾസ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ 1 കിലോ കുറച്ചത്. അപ്പൊ ഈ 1 കിലോ എങ്ങനെ കുറഞ്ഞു, ഈ 3 ദിവസം കൊണ്ട്, 3 ദിവസമല്ല, ഈ 3 ദിവസം കൊണ്ട് ഈ 1 കിലോ ഞാൻ എങ്ങനെ കുറച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അതിന് അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുക.